കഴിഞ്ഞ ശനിയാഴ്ച ഒരു ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മത്സര പരീക്ഷകൾ, ഡിഗ്രി എക്സാംസ്, അവൻ SLCയുടെ പരീക്ഷകൾ. ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവർ പഠിച്ചു കഴിഞ്ഞ് ചിലർക്ക് പേടിയുണ്ട്, ചിലർക്ക് ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. പക്ഷെ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ട് അവർ സന്ധിക്കും. മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികൾ, ബോർഡ് എക്സാം എഴുതുന്നവർ, SLC എഴുതുന്നവരൊക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇത് വലിയ അവസരമാണ്. നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണ പോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണം. പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിൽ കർത്താവ്, ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLCക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ, മറ്റു മത്സര പരീക്ഷകൾ, അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവ്, ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിൽ ഇരിക്കുന്ന മക്കൾക്ക് കർത്താവ് അവരുടെ സന്ധിപ്പിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ പരീക്ഷ മക്കള് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അമ്മമാരവരെ വിളിക്കുക. പരീക്ഷ കുഞ്ഞുങ്ങളിലേക്ക് അടുത്ത് വിളിക്കണം. ഈ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കണം. ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം. എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം. എന്നിട്ട് അമ്മമാര് ആരാണ് അവിടെ ഉള്ളത്, അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലിൽ പിടിച്ച് അവരുടെ ശിരസിൽ കവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം. കർത്താവ്, ഭാരമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ഭാരമുള്ളവരെ, വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, infuse wisdom. Whatever you may study, able to remember, reproduce exam, and qualify with thy grade in the name of